സോ അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ യൂലിങ് ഗുവാന്റെ ആ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് അവന്റെ ആ ഒരു ഫാം ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവന്റെ വീടും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. ഇവള് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവൻ ആ ഒരു ഇന്റർവ്യൂവിന് തയ്യാറായത്. പക്ഷേ ഇവളിപ്പോ ഇങ്ങോട്ട് എത്തിയിരിക്കുന്ന ആ ഒരു സ്ഥലം ഇവൾക്ക് തീരെ പിടിക്കുന്നില്ല. സോ അത് ഇവനോട് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സർ നമുക്ക് പുറത്തുപോയി ഒരു കോഫിയൊക്കെ കുടിച്ച് ഇന്റർവ്യൂ എടുത്താലോ, ഈ സ്ഥലം ഇന്റർവ്യൂവിന് പറ്റിയതല്ല എന്ന് പറയുമ്പോ ഇവൻ നിങ്ങൾക്ക് കോഫിയല്ലേ വേണ്ടത്, അത് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അവളെ ഇന്റർവ്യൂവിനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇവരെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഷിയോ ഇവനെ ഇപ്പോ വിളിച്ചിരിക്കുകയാണ്. അവൾ ആ ഒരു ഓഫീസിന് അകത്തേക്ക് കയറി പോയിട്ടില്ല. ഗുവാൻ, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഈ നരകത്തിൽ നിന്ന് ഒന്ന് വന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ വിളിക്കുന്നത്. അപ്പോ ഇവൻ, എന്റെ പൊന്നുമോളെ, എന്നെ കൊണ്ട് പറ്റില്ല. ഷിയാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഈ ഷിയാന്റെ പേര് ഇവൻ പറയുന്നത് കൊണ്ട് തന്നെ ഈ യൂലിങ് അത് കേട്ടിട്ട് ആ ഒരു ഫോൺ സംഭാഷണം മനഃപൂർവ്വം കേൾക്കാൻ വേണ്ടിയിട്ട് കേൾക്കാത്ത പോലെ ഇങ്ങനെ നടിക്കുന്നു. പക്ഷെ ഗുവാന് അത് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അവൻ പിന്നീട് മാറിപ്പോയി നിന്ന് സംസാരിക്കുന്നു. അപ്പോ ഇവള്, എന്നെ പോലെ ഒരാള് പണിയെടുത്ത് ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ ഇതിനു മുന്നേ ഒരു ജോലി പോലും ചെയ്തിട്ടില്ല, എനിക്ക് ഇതും പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗുവാൻ, നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ വീട്ടിലിരുത്താനും പോകുന്നില്ല. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും, അവിടെ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫോണിൽ കുത്തിയങ്ങ് സമയം കളഞ്ഞേക്ക്, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. അപ്പോ യൂലിങ് ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഷിയാനെ കയ്യിലെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഞാൻ ഇയാളെ കയ്യിലെടുത്ത് ഷോയുടെ മുന്നിൽ വിജയിക്കും എന്നാണ് ഇവളുടെ പ്ലാൻ. ഇവനും ഒരു വലിയ ബിസിനസ്മാൻ തന്നെയാണ്. സോ അങ്ങനെ ഇവരുടെ ആ ഒരു ഇന്റർവ്യൂ നടക്കുന്നു. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ ഇവര് ഷെയർ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇന്റർവ്യൂ കഴിയുമ്പോൾ ഇവനെ ചാക്കിടാനായിട്ട് ഇവള്, സർ നിങ്ങളുടെ ഫോൺ നമ്പർ കിട്ടോ, ഈ ഒരു കണ്ടന്റ് പ്രിപ്പയർ ആക്കിയിട്ട് ഞാൻ ഷെയർ ചെയ്യാം, ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഇവളുടെ ചാട്ടം എങ്ങോട്ടാണെന്ന് ഇവന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ നൈസിന്, ആ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞില്ലേ, എനിക്ക് കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഊരി പോകുന്നു. അതിനുശേഷം ഇപ്പോ ഷിയോ ആ ഒരു ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷൂയെ പരിചയപ്പെടുന്നു. ഷൂയും ഇവളെ പരിചയപ്പെട്ട് ഇവളുടെ സീറ്റും കാര്യങ്ങളൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ ഷിയു അവിടെ ചെന്നിരുന്നിട്ട് തന്റെ ജോലി എന്താണ്, താൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും തന്നെ ചോദിക്കുന്നില്ല, ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ഹോങ് അത് ശ്രദ്ധിച്ചിട്ട് ഷൂയോട്, ഈ പെങ്കൊച്ച് കുറെ മണിക്കൂറുകളും കൊണ്ട് ഇവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുക, നീ അതിനും കൂടെ വല്ല വർക്കും കൊടുക്ക് എന്ന് പറയുമ്പോ ഇവരിങ്ങനെ കുശുകുശുക്കുന്നത് ഇവളെ ശ്രദ്ധിക്കുന്നു. ഷിയു ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഷോയ്ക്ക് കൊടുത്ത് അവളെ കയ്യിലെടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ജോലിയൊന്നും ചെയ്യാതെ ഇവൾക്ക് ഇവിടെ സുഖമായിട്ട് കടന്നു പോവാലോ. അതിനായിട്ട് തന്നെ ഇവള് താഴത്തുകൂടി ഈ ഒരു ഗിഫ്റ്റ് ഷൂയിക്ക് കൊടുക്കുന്നു. പക്ഷെ അവൾ അത് സ്വീകരിക്കാതെ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് കുറെ നേരം തട്ടി കളിക്കുന്നുണ്ട്. അവസാനം ഷൂയി അത് സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഇവള് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെന്ന് തന്റെ ഒരു സ്നേഹ സമ്മാനമാണ്, തന്നെ നേരെ ചൊവ്വേ നോക്കാനായിട്ടാണ് ഇത് തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷൂയിക്ക് കൊടുക്കുന്നു. പക്ഷേ ഷൂയി അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് ജോലി ചെയ്യുന്ന ആളല്ലല്ലോ. അവളുടെ ജോലിയിൽ ഇവള് വളരെ കർക്കശക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഷിയുവിനോട്, വേണ്ട, എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട, ഇത് എന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്, ഞാൻ ഇപ്പൊ തന്നെ ഒരു അസൈൻമെന്റ് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവള് ലാസ്റ്റ് എടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ റെക്കോർഡിംഗ് എടുത്ത് ഷിയുവിന് കൊടുത്തിട്ട് ഇതിലുള്ള ചോദ്യങ്ങളും ആൻസറും ടെക്സ്റ്റ് ആക്കാനായിട്ട് പറയുന്നു. ഇത് തീർത്തിട്ട് ഈ ദിവസം കഴിയുന്നതിന് മുന്നേ തന്നെ എന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പണിയാണ്. പക്ഷേ ഷിയുവിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കത് വലിയ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ആ ഒരു ഗിഫ്റ്റും ഷൂയി സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഇവളും ആ ഒരു റെക്കോർഡിംഗ് പ്ലേ ചെയ്ത് നോക്കുന്നു. ഇവളുടെ ഏക ആശ്വാസം ആ ഒരു ഇന്റർവ്യൂ ഇംഗ്ലീഷ് ഒന്നും അല്ല, ചൈനീസ് തന്നെയാണ് എന്നതാണ്. പക്ഷെ ആ ഒരു ഇന്റർവ്യൂ മറ്റാരുടേതുമായിരുന്നില്ല, ഷിയാന്റേത് തന്നെയായിരുന്നു. അവന്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഇവൾക്കത് മനസ്സിലാവുന്നു. പക്ഷെ ഇവൾക്ക് അതൊക്കെ കേട്ടിട്ട് ഒരു ഇന്റർവ്യൂ ടോൺ ആയിട്ടൊന്നും തോന്നുന്നില്ല, ജസ്റ്റ് നോർമൽ ചാറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇതിലേതാ ക്വസ്റ്റ്യൻ, ഇതിലേതാ ആൻസർ എന്ന് പോലും പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല ഇവള് അതിശയിച്ചു പോകുന്നത് 2 മണിക്കൂറാണ് ഈ ഒരു ഇന്റർവ്യൂ. നേരെ ചൊവ്വേ സംസാരിക്കാത്ത ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് ഇവള് ചിന്തിക്കുന്നത്. പക്ഷെ ഇവള് ആ ഒരു വർക്ക് സ്വന്തമായിട്ട് ചെയ്യാതെ എളുപ്പ പണിക്ക് നമ്മുടെ ഷിയാന്റെ അസിസ്റ്റന്റിനെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട് നോക്കുന്നു. അയാൾക്ക് അത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് പെട്ടെന്നൊന്ന് റെഡിയാക്കി തരാനായിട്ട് പറയുന്നു. പക്ഷെ ഷിയാൻ അത് കയ്യോളെ പിടികൂടി അസിസ്റ്റന്റിനെ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഇവളോട്, ഇനി മേലാ ഇത് ആവർത്തിച്ചാല് നീ എന്റെ അസിസ്റ്റന്റ് ആവേണ്ടി വരും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവള് പേടിച്ച് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോ അതിനുശേഷം ഇവിടെ ഷിയാൻ നേരെ ചെന്നിനെ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. കാരണം ആദ്യം നമ്മൾ ഒരു വലിയ കമ്പനിയുടെ സിഒയെ കണ്ടിരുന്നല്ലോ, അയാൾ ഇപ്പോ ഇവന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എത്തിയിരിക്കുകയാണ്. ഇവന്റെ കമ്പനിക്ക് ഇപ്പൊ കുറച്ച് പൈസ ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവൻ അതിനെ സമ്മതിക്കാനായിട്ട് ഇരിക്കുകയാണ്. സോ അവർ തമ്മിൽ അങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുമ്പോഴാണ് അത് കൊളവാക്കാനായിട്ട് ഷിയാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഈ ചെൻ ഇപ്പോ ഇതിന് നിർബന്ധിതനായതിന് കാരണം ഇവന്റെ പുറകിൽ നിന്നുള്ള പ്രഷറാണ്. പക്ഷെ ഷിയാൻ അങ്ങോട്ടേക്ക് ചെന്ന്, നീ ഇപ്പോ കിട്ടുന്ന ലാഭത്തിന് വേണ്ടി നീ നിന്റെ കമ്പനി വെറുതെ നശിപ്പിക്കരുത്, കാരണം ഈ സിഇഒ ഇവന്റെ കയ്യിൽ നിന്ന് പിന്നീട് വലിയൊരു ഇൻട്രസ്റ്റ് തന്നെ മുദ്രെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ ഒരു സഹായമായിട്ട് എത്തിയിരിക്കുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷിയാൻ ചെന്നിനെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഈ സിഒയുടെ
കയ്യിൽ നിന്ന് ഇവനും പൈസ വാങ്ങാൻ തയ്യാറാവുന്നില്ല. എനിക്ക് ഇപ്പൊ വേണ്ട, നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ഷിയാൻ കറക്റ്റ് സമയത്ത് വന്ന് അത് കൊളമാക്കിയത് കൊണ്ട് തന്നെ അയാളെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പക്ഷേ ഷിയാൻ തനിക്ക് തക്ക സമയത്ത് വന്ന് വലിയൊരു സഹായം തന്നെ ചെയ്തത് കൊണ്ട് ഇയാളും ഷിയാനോട് താങ്ക്സ് പറയുന്നു. അങ്ങനെ ഇപ്പൊ ഇവിടെ ഷിയു കഷ്ടപ്പെട്ട് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഇവളുടെ കൈ തട്ടി അവിടെ ഉണ്ടായിരുന്ന വെള്ളം എല്ലാം കൂടി ആ ഒരു കീബോർഡിലേക്ക് ചരിഞ്ഞ് പെട്ടെന്ന് കമ്പ്യൂട്ടർ ഓഫ് ആയി പോകുന്നു. ഇത് ഓൺ ആയില്ലെങ്കിൽ ഇത്രയും നേരം ചെയ്ത വർക്ക് മിസ്സാവും. അവൾ അത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ പെട്ടെന്ന് തന്നെ ഇവളെ ഹെൽപ്പിനായിട്ട് നമ്മുടെ ഷൂയെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവള് കേൾക്കുന്നില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെ വേറെ നിവൃത്തിയില്ലാതെ ഇവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ വരെ നോക്കുന്നു. പക്ഷെ അങ്കിളിന്റെ കാര്യം ഓർക്കുമ്പോൾ ഇവൾക്ക് അതിനും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഒന്നേന്ന് ഇവള് വീണ്ടും അതെല്ലാം തന്നെ ചെയ്യേണ്ടി വരുന്നു. എന്നിട്ട് കറക്റ്റ് 6 മണിയാവുമ്പോ തന്നെ ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോ യൂലിങ്ങിന്റെ ടീമിനും ഒരു ഇന്റേണിനെ കിട്ടിയിട്ടുണ്ടല്ലോ. സോ ആ ഒരു പെൺകുട്ടിയെ യൂലിങ് എല്ലാവർക്കും കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നു. കാരണം അവള് നല്ലൊരു കോളേജിൽ നിന്ന് നല്ല മാർക്കും കാര്യങ്ങളോടും കൂടി പാസ്സായ ഒരു വ്യക്തിയാണ്. സോ അപ്പോഴാണ് ഷൂയി അവളുടെ ഇന്റേണിന്റെ കാര്യം ഓർക്കുന്നത്. സോ അവള് നോക്കുന്ന സമയത്ത് അങ്ങനെ ആരും തന്നെ അവിടെ ആ സീറ്റിൽ ഉണ്ടായിരുന്നില്ല. ഒരു വാക്ക് പോലും പറയാണ്ടാണല്ലോ ഷിയു പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ജോലി ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഷൂയിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ഇപ്പോ ഷിയു അവളുടെ മുത്തശ്ശന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്, ഷിയാന്റെ ഫാദറിന്റെ അടുത്തേക്ക്. അവള് ഒരു ദിവസം ചെയ്ത ജോലിയുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇപ്പൊ മുത്തശ്ശനോട് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഷിയാനും അങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പോ ഷിയാൻ ഇവളോട് ഫസ്റ്റ് ഡേ വർക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇവള് എന്ത് പറയാനാ, ഞാൻ ഇന്ന് 2 മണിക്കൂറുള്ള ഇന്റർവ്യൂ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യേണ്ടി വന്നത്. അതൊരു ഇന്റർവ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, ജസ്റ്റ് ഒരു ചാറ്റിംഗ്. ഞാൻ എന്താ ടൈപ്പിസ്റ്റ് ആണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ ഇവളുടെ ഇൻചാർജ് ആർക്കാണെന്ന് ചോദിക്കുന്നു. സോ ഇവള് നമ്മുടെ ഷൂയുടെ പേര് പറയുമ്പോൾ ഷിയാനും ഇവളോട് അത് കേട്ടിട്ട് എന്റെ ലീഡറിന്റെ അടുത്ത് നിന്ന് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും, നേരെ ചൊവ്വയൊക്കെ നിന്നോണം എന്ന് പറയുമ്പോൾ ഞാൻ അതിന് തയ്യാറാണ്. പക്ഷെ അവരെന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് ഒരുപാട് തവണ ഒരു ഡൗട്ട് ചോദിക്കാനായിട്ട് അവരെ വിളിച്ചതാ, പക്ഷെ അവര് കംപ്ലീറ്റ് ആയിട്ട് എന്നെ ഇഗ്നോർ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ഷിയാന്റെ ഫാദറും അത് കേട്ടിട്ട് ജോലി സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് മോശമല്ലേ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഷിയാൻ ഒന്നും മറുപടി പറയുന്നില്ല. അങ്ങനെ അതിനുശേഷം ഇപ്പോ ഗുവാൻ ഒരു ക്ലബിലാണ് ഉള്ളത്. പക്ഷെ അപ്പോഴേക്കും ഇവന്റെ അടുത്തേക്ക് 2 പെൺകുട്ടികൾ വന്നിരിക്കുന്നു. പക്ഷെ ഇവനത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും അവൻ ആ ഒരു സർക്കിളിൽ ഇരിക്കുമ്പോ ഇവന് അവരെ അവോയ്ഡ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു പെട്ട അവസ്ഥയിൽ ഇരിക്കുമ്പോ കറക്റ്റ് ഇത് കണ്ടുകൊണ്ട് റുവോ അങ്ങോട്ടേക്ക് വരുന്നു. ഇവന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നേരെ ഇവള് ഗുവാന്റെ അടുത്തേക്ക് വന്നിട്ട് ബേബി, ഞാൻ എത്ര നേരമായിട്ട് നിങ്ങൾ കൊണ്ട് താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഇവിടെ ഇരിക്കായിരുന്നോ, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഗേൾ ഫ്രണ്ട് എന്ന രീതിയിൽ ഇവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ അവരിൽ നിന്ന് ഇവനെ പുറത്തു കിടക്കാൻ സഹായിച്ചിട്ട് ഇവള് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ഇവൻ തടയുന്നു. അപ്പോ റുവോ, നിങ്ങൾ അവിടെ പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനൊരു സഹായം ചെയ്തത് എന്ന് പറയുമ്പോ ഗുവാൻ, ഞാൻ പെട്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് എങ്കിൽ പിന്നെ ശരി നടക്കട്ടെ, ഞാനൊരു ശല്യമാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് പോകാൻ തുടങ്ങുമ്പോ ഇവൻ തടയുന്നുണ്ട്. പക്ഷെ എങ്കിലും അവള് അവിടെ നിൽക്കുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഇവർക്ക് 2 പേർക്കുള്ളിലും എന്തോ ഒരു കണക്ഷൻ ഫീൽ ആവുന്നുണ്ട്. അപ്പോ ഇവിടെ ഷൂയി ഓവർ ടൈം ഇരുന്ന് അവളും ഷിയാനുമായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂവിന്റെ ആർട്ടിക്കിൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അത് ചീഫിന് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ആ ഒരു ആർട്ടിക്കിളിന് അപ്രൂവ് നൽകേണ്ടത് ഷിയാനാണ്. എങ്കിലും മാത്രമേ ഇവർക്കത് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോ ചീഫും ഇവളുടെ ആ ഒരു വർക്ക് കണ്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിത് അദ്ദേഹത്തിന് സെൻഡ് ചെയ്തിട്ടുണ്ട്, റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നു. സോ അത് കേട്ട് ഇവളും ഇപ്പോ നല്ല പ്രതീക്ഷയിൽ സന്തോഷത്തിലിരിക്കുകയാണ്. പക്ഷെ ഇവളുടെ കയ്യില് ഷിയാന്റെ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫീച്ചർ ഓക്കെ ആണോ അല്ലയോ എന്ന കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചോദിക്കാമായിരുന്നു എന്നൊരു നിരാശ ഇവൾക്കുണ്ട്. അപ്പോ ഇവിടെ ഷിയാന്റെ ഫാദർ ഇവനോട് ഇവനിപ്പോ ലയാൻ കമ്പനിയായിട്ട് കോർപ്പറേറ്റ് ചെയ്യുകയാണല്ലോ. സോ അപ്പോ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നീ ഇന്ന് നിൽക്കുന്ന സ്ഥാനത്ത് എത്തി നിൽക്കാൻ എനിക്കെടുത്തത് 23 വർഷങ്ങളാണ്. ഇവനിപ്പോ എത്തി നിൽക്കുന്ന ആ ഒരു പൊസിഷനെ കുറിച്ച് വളരെ പെരുമയോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുള്ളതും ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അവരൊക്കെ തന്നെ ഇവന്റെ ഇപ്പോഴത്തെ കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അവരെ നീ അകറ്റി നിർത്തരുത്, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ കേൾക്കണം, അവര് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഇവനും എതിർത്ത് ഒന്നും പറയാൻ പറ്റുന്നില്ല. ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക് വരുന്നു. അതിനുശേഷം ഷൂയി ഇവന് തയ്യാറാക്കി അയച്ച ആ ഒരു ആർട്ടിക്കിളിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇരുന്ന് വായിക്കുന്നു. അതിനുശേഷം പിറ്റേന്നാണ് നമ്മളിപ്പോ കാണുന്നത് ഷൂയി തലേന്ന് അയച്ച ആ ഒരു സ്ക്രിപ്റ്റ് ഷിയാൻ ഇപ്പോ റിജക്റ്റ് ആക്കിയിരിക്കുകയാണ്.
കാരണം എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കാണുമ്പോൾ ഷിയുന് സന്തോഷാവുന്നു. അങ്കിള് തന്നെ ഹെൽപ്പ് ചെയ്തതാണ് എന്നാണ് ഇവള് വിചാരിക്കുന്നത്. ഇവളുടെ ലീഡർ ഇവളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞിരുന്നല്ലോ. സോ അതിന്റെ ബേസിൽ ചെയ്തതായിരിക്കാം എന്നാണ് ഇവള് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഷൂയിക്ക് അത് വളരെ നല്ല ഷോക്കാവുന്നു. അതുകൊണ്ട് തന്നെ ഇവളിപ്പോ ഉറക്കം ഒഴിച്ചിരുന്ന് വീണ്ടും അതെല്ലാം ഒന്നേന്ന് തയ്യാറാക്കുന്നു. പക്ഷെ പിന്നും ഷിയാന്റെ ഭാഗത്ത് നിന്ന് റിജക്ഷൻ തന്നെയാണ്. ഇവള് വീണ്ടും തയ്യാറാക്കി കൊടുക്കുന്നു. അതിലും ഇവൻ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോ ഈ ആഴ്ച ഇവരുടെ ഭാഗത്ത് നിന്ന് വർക്കും കാര്യങ്ങളും ഒന്നും തന്നെ വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചീഫ്, ഇതിപ്പോ എന്താ പറ്റിയത്? ഇന്റർവ്യൂ സമയത്ത് അദ്ദേഹം ഓക്കെ അല്ലായിരുന്നോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇത്രയും റിജക്ഷൻ വരുന്നത് എന്താ എന്നൊക്കെ ചീഫ് ചോദിക്കുമ്പോ ഇവള്, അയാളായിരുന്നില്ലല്ലോ, ഞാനല്ലേ ഓക്കെ അല്ലാത്തത്, എന്നെയല്ലേ കുതിരപ്പുറത്ത് കയറ്റി പേടിപ്പിച്ചു വിട്ടത് എന്ന് പറയുമ്പോ ചീഫ്, മിസ്റ്റർ ഷിയാന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ അല്ല ഇത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് നമുക്കറിയില്ല. നീ എന്തായാലും അതൊക്കെ ചോദിച്ച് ഒന്ന് സംസാരിച്ചു നോക്ക് എന്ന് പറയുമ്പോ ഇവള് തന്റെ കയ്യില് ഷിയാന്റെ നമ്പർ പോലും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ഇവര് തന്നെ ഷിയാന്റെ നമ്പർ ഇവൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോ ഷിയാൻ ഇവിടെ ഈ പ്രൊഫസറെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. കാരണം ഇവനിപ്പോ ബ്രൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഹെൽപ്പ് ലയാൻ കമ്പനിക്ക് വേണം. അയാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഗുണകരമായിരിക്കും. ഈ ബ്രൂസിന് ഈ പ്രൊഫസറുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് വെച്ചിട്ട് അയാളെ ഈ ഒരു ടീമിലോട്ട് ചേർക്കാനാണ് ഇപ്പോ ഷിയാന്റെ പ്ലാൻ. സോ അങ്ങനെ ഒരു കാര്യം പ്രൊഫസറെ കൊണ്ട് പറയിപ്പിക്കാനായിട്ടാണ് ഷിയാൻ ഇപ്പോ ഇയാളെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അപ്പോ പ്രൊഫസറും ഷിയാനോട് ഞാൻ എന്തായാലും ബ്രൂസിനോട് സംസാരിക്കാം എന്ന് പറയുന്നു. അപ്പോ ഷോയ്ക്ക് ഷിയാന്റെ നമ്പർ കിട്ടിയത് കൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് അവന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവനത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇവൾക്ക് മെസ്സേജ് ചെയ്യാൻ സാധിക്കൂ. സോ പിന്നെ വേറെ വഴിയില്ലാതെ ഇവള് അവനെ വിളിച്ചു നോക്കുന്നു. പക്ഷെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവള് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ട്, സർ ശല്യം ചെയ്യുകയാണെങ്കിൽ സോറി, എനിക്ക് ഈ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നു. പക്ഷെ ഒരുപാട് സമയം ഇവള് വെയിറ്റ് ചെയ്തിട്ടും അതിന് റിപ്ലൈയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവള് അസിസ്റ്റന്റിനെ വിളിച്ചിട്ട്, എനിക്ക് മിസ്റ്റർ ഷിയാനുമായിട്ട് ഒന്ന് സംസാരിക്കണം, ഒരു അർജന്റ് കാര്യം പറയാനാണ്, പേഴ്സണൽ ആണ്, ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സാർ ബിസിയാണ്, ഒരു മീറ്റിംഗിലാണ് എന്ന് അസിസ്റ്റന്റ് പറയുന്നു. സോ അതുകൊണ്ടായിരിക്കാം തനിക്ക് റിപ്ലൈ തരാത്തതെന്ന് ഇവളും ആശ്വസിക്കുന്നു. അങ്ങനെ ഷിയാനും പ്രൊഫസറിനെ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോ അസിസ്റ്റന്റ്, സർ മിസ് ഷൂയി വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ അത്യാവശ്യമാണെന്നാ പറഞ്ഞത്, പേഴ്സണൽ കാര്യം എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, സാറിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് തിരിച്ചു വിളിച്ചൂടെ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഫോൺ നോക്കുന്ന സമയത്ത് അവള് ഇവനെ 10 വട്ടം വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഷിയാൻ അസിസ്റ്റന്റിനോട് എനിക്ക് വർക്ക് സമയത്ത് പേഴ്സണൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞേക്ക് എന്ന് പറയാനായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റും അതുപോലെ തന്നെ ഇവൾക്ക് റിപ്ലൈ കൊടുക്കുന്നു, സാറ് ജോലി സമയത്ത് പേഴ്സണൽ കാര്യങ്ങളൊന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ ഇവൾക്ക് നല്ല ദേഷ്യം വരാണ്. ഇയാൾ എല്ലാ വഴിയിലൂടെയും തന്നെ റിജക്ട് ചെയ്യുകയാണല്ലോ എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. പക്ഷെ അത് ഇവളുടെ ആവശ്യം ആയി പോയല്ലോ, അതുകൊണ്ട് തന്നെ ഇനി വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തിയേ മതിയാവൂ എന്ന് ഇവള് തീരുമാനിക്കുന്നു. എന്നാൽ ഇപ്പോ ഇവളുടെ കോളേജ് ഗ്രൂപ്പിലൊക്കെ ഷിനിന്റെയും അവന്റെ പുതിയ ലൈനിനെയും പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച നടക്കാണ്. എല്ലാവർക്കും ഷിന്നും ഷൂയും തമ്മിൽ റിലേഷൻ ആയിരുന്നു എന്ന കാര്യം അറിയാം. സോ ഇവര് ബ്രേക്കപ്പ് ആയോ, ആരാ ഇതിലിപ്പോ ചീറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഗോസിപ്പ് ചർച്ച തന്നെ നടക്കാണ്. അതെല്ലാം തന്നെ ഷൂയും കാണുന്നുണ്ട്. പക്ഷെ ഇവള് ഒന്നിനോടും പ്രതികരിക്കാൻ പോകുന്നില്ല. ഇവൾക്കിപ്പോ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ഷിയാനാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവള് ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ഷിയാനെ നേരിട്ട് മീറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ അപ്പോഴേക്കും ഇവിടെ ഷിയാൻ ഓഫീസിലാണ് ഉള്ളത്. അപ്പൊ പ്രൊഫസറെ വിളിച്ചിട്ട് ആ ഒരു ബ്രൂസിനോട് താൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അയാൾക്ക് ലയാൻ കമ്പനിയിൽ അത്ര വിശ്വാസം പോരാ. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അയാളോട് ഇവൻ സംസാരിക്കേണ്ടി വരും എന്ന് പ്രൊഫസർ പറയുമ്പോൾ അതിന് താൻ ഓക്കെ ആണെന്ന് ഷിയാനും പറയുന്നു. അങ്ങനെ ഫോണൊക്കെ വെച്ചിട്ട് ഇവൻ ഷൂയോട് വർക്ക് സമയത്ത് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. സോ അത് പറഞ്ഞത് കുഴപ്പമായോ? പിന്നെ അവൾ ഒരു കോള് പോലും വിളിച്ചില്ലല്ലോ എന്ന് ഇവൻ ഫോണിലൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അസിസ്റ്റന്റ് ഇവന് കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. എനിക്കിത് വേണ്ട, ഞാൻ വീട്ടിലേക്ക് പോവാണ്, ഇത് നീ തന്നെ കഴിച്ചോ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ്, അല്ല നിങ്ങൾ മിസ് ഷൂയെ കാണാൻ വേണ്ടിയിട്ടാണോ വീട്ടിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഇവനൊന്ന് ഞെട്ടുന്നു. പക്ഷെ ഇവൻ അസിസ്റ്റന്റിനോട് ഒന്നും ചോദിക്കുന്നില്ല, അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇപ്പോ ഷൂയി ഷിയാന്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്, അയാൾ തന്നെ കണ്ടാല് ദേഷ്യപ്പെടോ എന്ന കാര്യത്തില്. എങ്കിലും വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് തന്നെ നടക്കുന്നു. അപ്പോഴേക്കും ഷിയാനും അങ്ങോട്ടേക്ക് എത്തുന്നു. ഇവളെ അവിടെ കണ്ട് ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവളോട്, അല്ല മിസ് ഷൂയി പാതിരാത്രിക്ക് എന്റെ വീടിന്റെ സൈഡിൽ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവളെ മനസ്സിൽ, ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട്, സാർ നിങ്ങൾ 3 വട്ടമാണ് എന്റെ ഡ്രാഫ്റ്റ് റിജക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കാരണം അറിയാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോ ഇവളുടെ വർക്ക് അത്ര പോരാ എന്ന് ഇവൻ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു.
അപ്പൊ ഷോയി ഇതെന്റെ ചീഫും അവരുടെ മുകളിലുള്ളവരൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ വർക്കാണ്, പക്ഷെ നിങ്ങൾ മാത്രമാണ് 3 വട്ടം ഒരു കാരണം പോലും പറയാതെ അത് റിജക്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ഇത് റിജക്ട് ചെയ്തത് എന്നെ നേരിട്ട് കാണാൻ വേണ്ടിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോ ഇവൻ കുറച്ചു സമയത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ഞാൻ ആ ഡ്രാഫ്റ്റില് സാറ്റിസ്ഫൈഡ് അല്ല പറയുമ്പോ അതിനുള്ള റീസൺ ഇവള് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അത് പറയാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പൊ ഇവളെ തടഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ റീസൺ പറയാതെ പോവുകയാണെങ്കിൽ അതിനർത്ഥം എന്റെ വർക്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ ഓരോ കുറുക്കുവഴികൾ യൂസ് ചെയ്യുന്നതാണെന്ന് എനിക്ക് വിചാരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഷിയാനും ഇവള് എഡിറ്റ് ചെയ്ത 3 ഡ്രാഫ്റ്റിലും തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഒന്നാമത്തെ ഡ്രാഫ്റ്റില് ഇവള് ഇവനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇവളുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ തന്നെ അതിൽ ചേർത്തിട്ടുണ്ട്. വായനക്കാർക്ക് ചിന്തിക്കാൻ ഒരു അവസരം നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റങ്ങൾ ഇവൻ പറയുന്നു. അപ്പോഴാണ് ഇവളും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ ഞാൻ ഇപ്പൊ തന്നെ അതൊക്കെ റെഡിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇവള് വഴിയിലിരുന്ന് ലാപ്ടോപ്പ് എടുത്ത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോ അത് കണ്ട് ഷിയാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട, അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഇവളെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഇവളും പിന്നാലെ ചെല്ലുന്നു. പക്ഷേ ഇവൾക്കൊരു ടെൻഷൻ ഉണ്ട്, ഇവന്റെ അനന്തരവള് അങ്ങോട്ട് കയറി വരോ എന്ന്. ലഷി ആണല്ലോ ഇവളുടെ മനസ്സില്. അതുകൊണ്ട് തന്നെ സർ ഞാൻ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നത് ശരിയാണോ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോ ഷിയാൻ അത് നീ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ആലോചിക്കണ്ടേ, തന്നെയല്ല ഇങ്ങോട്ട് കയറി വന്നത്, എന്നിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോ ഷിയാൻ നീ പേടിക്കണ്ട, ഇവിടെ ആരും നിന്നെ ശല്യം ചെയ്യാനായിട്ട് വരില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് വരെ നിനക്ക് സ്റ്റോറി റീറൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ അവിടെ തന്നെയാണ് ഇവൻ ഇവളുടെ ആ ഒരു കമ്മൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് അവളെ കാണാതെ ഇവൻ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. ഇവൾ അതിനെപ്പറ്റി വല്ലതും ചോദിക്കോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോ ഷോയും അങ്ങോട്ടേക്ക് വന്ന് അവളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ ഷിയാന്റെ മനസ്സിൽ ഇവള് ശരിക്കും ഇതിനു വേണ്ടി തന്നെയാണോ ഇങ്ങോട്ട് വന്നത് എന്നാണ്. എന്നാൽ അപ്പൊ ഇവിടെ ഷിയു ആണെങ്കിൽ ഒരു വൈനൊക്കെ മേടിച്ചിട്ട് ഷിയാനെ സോപ്പിടാനുള്ള വരവിലാണ്. അത് കൊടുത്തിട്ട് ഇവളെ ജോലിക്ക് പോകുന്നത് എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് നിർത്തിപ്പിക്കാം എന്ന പ്രതീക്ഷയില്. പക്ഷെ ഗുവാൻ ഇവളോട് പറയുന്നുണ്ട് നീ വൈനല്ല എന്ത് കൊടുത്താലും അവൻ ഇതിലൊന്നും വീഴാൻ പോകുന്നില്ല, ഇതൊക്കെ വെറുതെയാണ്, ഇത് നമുക്ക് തന്നെ കുടിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അവളുടെ പ്രതീക്ഷ കൈവിടാൻ തയ്യാറാവുന്നില്ല. നീയും എന്നെ ഹെൽപ്പ് ചെയ്യില്ല, എന്റെ മുത്തശ്ശനും എന്നെ ഹെൽപ്പ് ചെയ്യില്ല, ഇതിലാ എനിക്ക് ഏക ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു വൈനും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ഷിയാൻ ഇപ്പോ ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഷോയി വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾ ആദ്യം വന്നപ്പോ ഇവനോട് ലെമൺ ഡ്രിങ്ക് വേണം എന്നാണല്ലോ പറഞ്ഞിരുന്നത്. സോ അത് ഇപ്പോ ഇവൻ ചോദിക്കുന്നില്ല, അവള് പറയുന്നതല്ല, എങ്കിൽ പോലും അവൻ അതേ ഡ്രിങ്ക് ഇപ്പോ ഇവൾക്ക് വേണ്ടി പ്രിപ്പയർ ആക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇവളും ഇയാൾക്ക് ഇതൊക്കെ ഇത്ര ഓർമ്മയുണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചിട്ട് അത് സന്തോഷത്തിൽ വാങ്ങിക്കൊടുക്കുന്നു. പക്ഷെ ഷിയാൻ അപ്പോ മറ്റൊരു വൈനാണ് ട്രൈ ചെയ്യുന്നത്. ഇവൾക്ക് അവനത് കുടിക്കുന്നത് കാണുമ്പോ ഒരു കൊതി തോന്നുന്നുണ്ട്. അവനും അത് കുടിച്ചുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് നിൽക്കാണ്. സോ ഇവൾക്ക് കറക്റ്റ് ആയിട്ട് വർക്കിലൊന്നും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ഇവളുടെ കൊതി കൂടുന്നത് കൊണ്ട് തന്നെ ഇവള് അവന്റെ വായിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഷിയാനും എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ കുടിക്കുന്ന ആ വൈൻ എനിക്കും കൂടെ തരോ എന്ന് ചോദിക്കുമ്പോ ഷിയാനും ഇവൾക്ക് ഒരു ഗ്ലാസ് എടുത്ത് ആ വൈനൊക്കെ എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവന്റെ റിക്വയർമെന്റ്സ് പ്രകാരം ഇവളെ എഡിറ്റ് ചെയ്ത ആ ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവന്ന് കാണിക്കുന്നു. പക്ഷെ അവൻ അപ്പോഴും ഓക്കെ അല്ല. വീണ്ടും ഇവള് പോയി റെഡിയാക്കി കൊണ്ടുവന്ന് കാണിക്കുന്നു. അപ്പോഴും അവനതിൽ എന്തെങ്കിലും കുറ്റം പറയും. ലാസ്റ്റ് അവളെ എന്തൊക്കെയോ ചെയ്തു കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അവൻ അതിൽ ഓക്കെ ആവുന്നു. ഇവൾക്കും ഒരുപാട് സന്തോഷമാവുന്നു. ഇപ്പോ ഇവൻ ഓക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ഇവള് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് എഴുതാൻ സാധിക്കുമെന്ന്, ഇനി നമുക്ക് ഫ്യൂച്ചറിലും ഒരുമിച്ച് വർക്ക് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോ ഇവൻ മറുപടി ഒന്നും പറയുന്നില്ല. ഇവളോട് അല്ല സമയം ഇത്ര ആയില്ലേ, ഈ സമയത്തൊക്കെ ഒരു അന്യപുരുഷന്റെ വീട്ടിൽ നിൽക്കുന്നത് നിന്റെ ബോയ് ഫ്രണ്ട് എന്നെ ഇഷ്ടപ്പെടോ എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്കതിന് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല, നമ്മള് ഫസ്റ്റ് ഡേ കണ്ടത് ഓർമ്മയില്ലേ, നിങ്ങളെ ഞാൻ തെറി വിളിച്ച ദിവസം അന്ന് തന്നെ ഞങ്ങള് ബ്രേക്കപ്പ് ആയി എന്ന് പറയുമ്പോ ഇവനൊരു സമാധാനം ആവുന്നുണ്ട്. പക്ഷെ ഇവളിങ്ങനെ കഥ പറയുമ്പോ അതിന് ഞാൻ എന്തോ വേണോ എന്ന് ഷിയാൻ ചോദിക്കുന്നു. അപ്പോ ഇവള് നിങ്ങള് എന്ത് വേണോന്ന് ചോദിച്ചാല് പിന്നെ ഞാൻ നിങ്ങളെ ഇനി ഒന്ന് വളച്ചോട്ടെ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോ ഇവൻ സ്റ്റക്കായി പോവാണ്. ഒന്നും അവൻ മിണ്ടുന്നില്ല, ഇവളെ തന്നെ നോക്കി നിൽക്കാണ്. എന്നിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ നീ സ്റ്റോപ്പ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോ ഇവളില്ല എന്ന് പറയുന്നു. അപ്പോ ഇവൻ അതിന് മറുപടി ഒന്നും പറയാതെ ലാപ്ടോപ്പ് തിരിച്ചു കൊടുത്തിട്ട് ഇവളുടെ വർക്ക് ഓക്കെ ആണ്, കൺഫർമേഷൻ മെയില് ഞാൻ നാളെ തന്നെ അയക്കാം, സമയം ഒരുപാടായി നീ പൊക്കോളാനായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവളെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പക്ഷെ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വിചാറ്റില് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിക്കാതെ ഞാൻ ചാറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോ ഇവൻ ഡോറ് തുറന്നു കൊടുത്തിട്ട് അവളോട് പോയിക്കോളാനായിട്ട് പറയുന്നു. അങ്ങനെ അവളും അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവര് അങ്ങോട്ടേക്ക് എത്തുന്നു. അതേ സമയം തന്നെയാണ് ഷിയാന്റെ വീട്ടിൽ നിന്ന് ഷൂയും ഇറങ്ങി വരുന്നത്. ഷിയു ഇവളെ കണ്ട് അല്ല ഇവരിവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷേ ഷൂയി ഇവളെ കാണുന്നുണ്ടായിരുന്നില്ല. ഗുവാനോടും ഇത് തന്നെ സുപ്പീരിയർ ആണ് എന്ന് പറഞ്ഞ് അവളെ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഷിയു ആ ഒരു വൈനൊക്കെ ആയിട്ട് വളരെ സങ്കടത്തിൽ അഭിനയിച്ച് ഇവനെ സോപ്പിടാനായിട്ട് വരുമ്പോ അവിടെ ഷിയാനെ കാണുന്നില്ല. പക്ഷെ അവിടെ ഒരു ഗ്ലാസ് ഇരിക്കുന്നത് കണ്ട് ഇവള് അടുത്തേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് അതിൽ ലിപ്സ്റ്റിക്കിന്റെ പാടുണ്ട്. സോ അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റ് ഏതോ പെണ്ണാണ്, ഇനി ആ പെണ്ണ് അങ്കിളിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. ഷൂയെ ഇവള് അവിടെ കണ്ടെങ്കിലും തന്റെ അങ്കിള് അത്ര നന്നായിട്ട് അവരോട് പെരുമാറും എന്ന് ഇവള് വിചാരിക്കുന്നില്ല. അപ്പോഴേക്കും ഷിയാനും അങ്ങോട്ടേക്ക് വന്ന് ഇവളുടെ കയ്യിൽ എന്താ എന്ന് ചോദിക്കുമ്പോ ഇവള് ആ ഒരു വൈൻ എടുത്ത് ഇവന് കൊടുക്കുന്നു. പക്ഷെ സോപ്പിടാനുള്ള കാര്യമൊന്നും പറയുന്നില്ല. എന്നാൽ ഇവന് കാര്യം മനസ്സിലാവുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ വലിയ മൈൻഡ് ഒന്നും കൊടുക്കാതെ ഇതൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ നീ ഇവിടെ നിന്ന് ഇപ്പൊ സമയം കളയാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതാ. ലേറ്റ് ആവാൻ പാടില്ല. നല്ലതുപോലെ പണിയെടുക്കണം എന്ന് പറയുമ്പോ ഇവളെ വിഷയം മാറ്റാനായിട്ട്, അല്ല അങ്കിൾ ഇപ്പൊ ആരെയാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിരിക്കുന്നല്ല ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോ ഇവളെ തുറച്ചു നോക്കുന്നതേ ഉള്ളൂ, മറുപടി ഒന്നും പറയുന്നില്ല. അപ്പൊ ഇവിടെ ഷോയി റുവോടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഒരാളോട് അങ്ങോട്ട് പോയി ഇഷ്ടം പറയുന്നത്, എന്നിട്ട് പോലും അയാൾ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോ റുവോ, നിന്റെ ഡ്രാഫ്റ്റ് ആയാലും റിജക്ട് ചെയ്തത് തന്നെ നിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല നീ ഇപ്പോ ഒരു കാര്യമില്ലാതെ അയാളെ പ്രപ്പോസ് ചെയ്തത് എന്തിനാ? നീ ശരിക്കും അയാളോട് പ്രണയത്തിലുള്ളതോ ആയോ എന്ന് ചോദിക്കുമ്പോ ഷൂയി, അതിനൊന്നും ഒരു ചാൻസും ഇല്ല. ഞാൻ ജസ്റ്റ് ഇന്റർവ്യൂ ഇനിയും അയാളുമായിട്ട് വേണമല്ലോ, സോ ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിട്ടാണ് എന്ന് പറയുമ്പോ റുവോ, എങ്കിൽ പിന്നെ നടക്കട്ടെ, എന്തായാലും അയാൾക്ക് നിന്നോട് താല്പര്യം ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഇവൾക്ക് മനസ്സിലാവുന്നില്ല താൻ എന്തിനാണ് അവനെ ഇപ്പൊ പ്രപ്പോസ് ചെയ്തത് എന്ന കാര്യം. എന്നാൽ ഷിയാൻ ഇവിടെ ഷൂയി കുടിച്ച ആ ഒരു ഗ്ലാസ് കഴുകി സ്പെഷ്യൽ ആയിട്ട് മാറ്റി വെക്കുന്നു. എന്നാലും ഇവള് അവനെ പ്രപ്പോസ് ചെയ്തെങ്കിലും അവൻ റിജക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ, സോ അത് ഇവൾക്കൊരു ഹോപ്പാണ്. അത് വെച്ചിട്ട് ഇവള് വീണ്ടും അവന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇതുവരെ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച്, ഞാൻ വീടെത്തി, നിങ്ങൾ ഉറങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ക്രിഞ്ചായിട്ട് മെസ്സേജ് അയക്കുന്നു. എന്നാൽ ഷിയാന്റെ ഭാഗത്തൊന്നും റിപ്ലൈ ഒന്നും ഇല്ല. അപ്പോ ഇവള് വീണ്ടും ക്ലൈമറ്റിന്റെ കാര്യമൊക്കെ എടുത്തിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മഴയ്ക്ക് നല്ല സാധ്യതയുണ്ട്, ടേക്ക് കെയർ ചെയ്യണം, വാമായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെ കയ്യിലെടുക്കുന്ന രീതിയിൽ മെസ്സേജ് ചെയ്യുന്നു. പക്ഷെ അതെല്ലാം തന്നെ ഷിയാനും വായിക്കുന്നുണ്ട്. എന്നാൽ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. ഇവളുടെ ആ ഒരു ആക്ടിങ് കണ്ടിട്ട് ഇവളുടെ നമ്പർ ആക്ട്രസ് എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യുന്നത്. എന്നാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇവൾക്ക് റിപ്ലൈ കൊടുക്കുന്നു. ഇനി ഇങ്ങോട്ട് തനിക്ക് മെസ്സേജ് അയക്കരുത്, എന്നെ ശല്യം ചെയ്യരുത് എന്ന രീതിയിൽ ഒരു ഷോർട്ട് ഫോം ആയിട്ട് കൊടുക്കുന്നു. ഇവള് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ചിലപ്പോ ടൈം പാസിനായിരിക്കാം, അല്ലെങ്കിൽ തന്നെ ഫുൾ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് ഷിയാൻ വിചാരിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ ഇനി തനിക്ക് മെസ്സേജ് അയക്കരുത് എന്ന രീതിയിൽ ഒരു മെസ്സേജ് അയക്കുന്നു. അപ്പൊ അത് കാണുമ്പോ ഷൂയി, അല്ല ഞാനിപ്പോ അതിനു വേണ്ടിട്ട് എന്താ പറഞ്ഞത് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഷോയി ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഷിയു ഇവളുടെ ലിപ്സ്റ്റിക് നല്ലോണം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ അത് കണ്ട് ഷൂയി, എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഷിയു പെട്ടെന്ന്, അല്ല നിങ്ങളുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോ ഉടനെ തന്നെ ഷോയി അവളുടെ ലിപ്സ്റ്റിക് എടുത്ത് ഇവൾക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഷിയു ലിപ്സ്റ്റിക് ശ്രദ്ധിച്ചതിന് കാരണം ഇന്നലെ അവൾ ആ ഒരു ഗ്ലാസ്സിൽ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് കണ്ടിരുന്നല്ലോ. മാത്രമല്ല ഷൂയിയും അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഷെയ്ഡ് കാണുന്ന സമയത്ത് അത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡായിരുന്നു. പക്ഷെ ഇവരെ യൂസ് ചെയ്യുന്നത് ന്യൂഡ് ടൈപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ അത് ഇവരായിരിക്കില്ല, അല്ലെങ്കിലും ഇവരെ ന്യൂഡ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവര് വിചാരിക്കുന്നത്. മാത്രമല്ല അപ്പോഴും അവിടുത്തെ സ്റ്റാഫ് ഒക്കെ പിറുവിറുക്കുന്നത് ഷോയിയുടെ ആ ഒരു വർക്ക് ഇത്തവണയും ഷിയാൻ റിജക്ട് ചെയ്തു എന്നാണ്. അവൻ അക്സെപ്റ്റ് ചെയ്തു എന്ന കാര്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല, കാരണം അത് കൺഫേം ആയിട്ടില്ലല്ലോ, കൺഫർമേഷൻ മെയിൽ വന്നിട്ടില്ല. അതും കൂടി കേൾക്കുമ്പോ എന്തായാലും അങ്കിളിന്റെ ഗേൾഫ്രണ്ട് ഇവരൊന്നും ആയിരിക്കില്ല, എങ്കിൽ പിന്നെ അങ്കിള് ഇത്രയും ബുദ്ധിമുട്ടിക്കില്ലല്ലോ എന്നാണ് ഇവൾ ചിന്തിക്കുന്നത്. എന്നാൽ ഷോയി ഇപ്പോ ആ ഒരു പ്രൊഫസറിന്റെ പ്രൊഫൈലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇയാളെ ചാക്കിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഷിയാന്റെ കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും. അത് ഇവളുടെ വായനക്കാർക്ക് ഒരുപാട് കൗതുകം ഉണർത്തുന്നതുമായിരിക്കും. സോ ഷിയാൻ പറയത്തെ പല കാര്യങ്ങളും അദ്ദേഹം പറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രൊഫസറെ ഒന്ന് കോൺടാക്ട് ചെയ്യണം എന്ന് ഇവളെ തീരുമാനിക്കുന്നു. എന്നാൽ ഇവിടെ ഷിയാൻ പ്രൊഫസറെ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. കാരണം ആ ബ്രൂസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ തിരിച്ചു നാട്ടിലേക്ക് വരാനായിട്ട് പോവാണ്. ആ ഒരു സമയത്ത് അയാളുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുവരെയും ആ ഒരു ലയാൻ കമ്പനിയിൽ ജോയിൻ ചെയ്യാന്ന് അദ്ദേഹം വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ, സോ അതുകൊണ്ട്. എന്നാൽ അപ്പൊ തന്നെയാണ് ഷൂയി പ്രൊഫസറിനെ വിളിക്കുന്നത് ഒരു ഇന്റർവ്യൂ ഡേറ്റിനായിട്ട്. എന്നാൽ ഈ പ്രൊഫസറെ വിളിക്കുന്നത് ഷൂയി ആണ് എന്ന് ഷിയാന് മനസ്സിലാവുന്നുണ്ട്. അവൻ അടുത്ത് തന്നെയാണല്ലോ ഉള്ളത്, ഇവൾ എന്തിനാ ഇയാളെ ഇപ്പൊ വിളിക്കുന്നത് എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. അപ്പോ പ്രൊഫസറും അവള് ആ ഒരു ഇന്റർവ്യൂ ഡേറ്റ് ചോദിക്കുമ്പോൾ തന്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാന്ന് ഒരു റിപ്ലൈ കൊടുക്കുന്നു. എന്നാൽ അപ്പൊ ഇവിടെ യൂലിങ് ചീഫിനെ വന്ന് കണ്ട് ഗുവാനുമായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ ആർട്ടിക്കിൾ തയ്യാറായിട്ടുണ്ട്, അത് തന്നെ ഹെഡ്ലൈൻ ആയിട്ട് ഈ ആഴ്ച വിടാം എന്ന് പറയുമ്പോൾ ഷൂയി അങ്ങോട്ടേക്ക് വന്ന്, ഷിയാന്റെ ഇന്റർവ്യൂ തനിക്ക് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം എന്റെ ഡ്രാഫ്റ്റിൽ ഓക്കെ ആണ്, ഇന്ന് കൺഫർമേഷൻ മെയിൽ തരാന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ യൂലിങ് വിചാരിക്കുന്നത് ഷൂയുടെ ഡ്രാഫ്റ്റ് ഇതുവരെ ഷിയാൻ അപ്രൂവൽ കൊടുത്തിട്ടില്ല, ഇവള് ചുമ്മാ തമാശ കളിക്കാണ് എന്നാണ്. ഷൂയി ഷിയാന്റെ വീട്ടിൽ പോയി റെഡിയാക്കിയ കാര്യമൊന്നും യൂലിങ് അറിയുന്നില്ലല്ലോ. അപ്പോ ചീഫ് ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടിട്ട്, എന്തായാലും നമുക്ക് ഇന്ന് 12 മണി വരെ നോക്കാം, ഷിയാന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗുവാന്റെ ഇന്റർവ്യൂ തന്നെ നമുക്ക് ഫ്രണ്ട് പേജ് കവർ ചെയ്യാൻ യൂസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇവര് രണ്ടുപേരും ഒരു വെല്ലുവിളി എന്ന രീതിയിൽ സമ്മതിക്കുന്നു. പക്ഷേ സമയം ഇത്രയും ആയിട്ടും ഷിയാന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസും വന്നിട്ടില്ല. സോ ഇവള് ഷിയാനെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഇവള് മെസ്സേജ് അയക്കുന്നു, തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു കൺഫർമേഷൻ മെയിൽ അയക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവനത് കാണുന്നുണ്ട്, എന്നാൽ മനഃപൂർവ്വം തന്നെ അത് അവോയ്ഡ് ചെയ്യുന്നു. അവന്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവളെ പെട്ടെന്ന് അസിസ്റ്റന്റിനെ വിളിച്ചു നോക്കുന്നു. പക്ഷെ അയാള് ഷിയാൻ തന്നോടൊപ്പം ഇപ്പോ ഇല്ല എന്നാണ് മറുപടി പറയുന്നത്. അങ്ങനെ ഇപ്പോ ഇനി 12 മണിയാവാനായിട്ട് 1/2 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും ആ ഒരു മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വീട്ടിൽ പോലും പോവാതെ.
ഇതുവരെയും ഷിയാന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു മെയിൽ വന്നിട്ടുമില്ല. ഷൂയിയും വളരെ നിരാശയിൽ ആ ഒരു മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.